ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ പോകുന്നത്, ഈശോ പറഞ്ഞു ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. ഞാനൊരു കാര്യം ചേർക്കുന്നു പറയുന്നില്ല, ഒരു കാര്യം കൂടെ കൂട്ടി പറയുകയാണ്. ദൈവാത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. ഇതിന് ഓപ്പോസിറ്റായ വേറൊരു കാര്യം കൂടിയുണ്ട്. ദുരാത്മാവിലും അസത്യത്തിലും പൈശാചിക ശക്തിയെ ആരാധിക്കുന്ന സമയം വരുന്നു. രണ്ടും രണ്ട് തലങ്ങളാണ്. ഇതിലേത് തലത്തിലൂടെ പോകണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ ഓരോ ദിവസവും ഓരോ കർമ്മങ്ങളും ഈ ഏത് തലത്തിലേക്കാണ് പോകുന്നതെന്ന് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട ദിവസങ്ങൾ കടന്നു വരികയാണ്. ഈ അവസരത്തിൽ ഈശോ പറഞ്ഞ വചനമനുസരിച്ച് ഓരോ ദിവസവും നാം ആത്മീയ അരൂപിയെ സംഭരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ദിവസങ്ങളാണ്. എന്നാൽ ഏത് തരത്തിലാണ് ഞാൻ പോകുന്നതെന്ന് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതിൽ ദൈവാത്മാവിലൂടെ പോകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവനെല്ലാം പഠിക്കാം, ഡോക്ടറേറ്റ് എടുക്കാം, ഏതു അറിവിലും വളരാം. എന്നാൽ അപ്പുറത്തായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവിനെ, ദൈവാരൂപിയെ നാം ഒന്ന് ഈശോയുടെ ആത്മാവിലേക്ക് അല്ലെങ്കിൽ സത്യാത്മാവിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ, നമ്മുടെ മനസ്സിനെ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ സർവ്വജ്ഞാനവും അറിവും വായിക്കാതെയും പഠിക്കാതെയും ലഭിക്കുമെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഈ ചൈതന്യം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം ദുരാത്മശക്തിയിലേക്ക് കൊടുത്താൽ ദുരാത്മാവിൻ്റെ ശക്തിയും ദുരാത്മാവിൻ്റെ കാര്യങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതിലേതാണ് വേണ്ടതെന്ന് നാം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അതോടൊപ്പം ഒരു ആശ്വാസ കാര്യമുണ്ട്. എന്താ ഈശോ പറഞ്ഞേക്കുന്നത്? യുഗാന്ത്യമാകുമ്പോൾ നാം ധാന്യം പുരയിൽ ധാന്യം ശേഖരിക്കും, അതിൻ്റെ പതിരുകൾ കത്തിച്ചു കളയും. ഒരാശ്വാസ വചനമാണ്. മറ്റൊരു കാര്യമുണ്ട്. മീനുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ നല്ല മീനെ വേറെ സ്ഥലത്ത് മാറ്റിവെക്കും, മോശം മീനെ വേറെ സ്ഥലത്ത് മാറ്റിവെക്കും. നല്ല മീനെ നിത്യജീവിതത്തിലേക്കും മോശം മീനെ നരകാഗ്നിയിലേക്കും. അപ്പോൾ ഒരു സമാശ്വാസ രണ്ട് വചനങ്ങളിൽ അർത്ഥം, നാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ തന്നെയും ദുരാത്മാവിൻ്റെ ശക്തിയും നമ്മളിലൂടെ കടന്നു വരും. എങ്കിലും പേടിക്കേണ്ട. ഈശോയുടെ ഒത്ത്, ഈശോയോട് ചേർന്ന്, ഈശോയുടെ കൂടെ നാം ജീവിക്കുമ്പോൾ അന്ത്യകാലത്ത് ഈശോ നമുക്ക് ആ ദുരാശക്തി എടുത്തു മാറ്റി നിത്യജീവനിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോരും. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഈശോയുടെ ഒത്താണോ, നിത്യജീവന ലക്ഷ്യമാക്കിയമാണോ, ആത്മാവ് സത്യത്തിലാണ് ആരാധിക്കുന്നത് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും അതിന് കരയായിട്ട്